ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുട്ടുവേദനയുമായി ബന്ധപ്പെട്ട മുട്ടുവേദന എത്ര തരമുണ്ട്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ സെൽഫ് ഹീലിംഗ് സ്പൈൻ മെത്തേഡിൽ അതിന്റെ സൊല്യൂഷൻ എന്താണ് എന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ സെൽഫ് ഹീലിംഗ് സ്പൈൻ മെത്തേഡിൽ നമ്മളൊരു മുട്ടുവേദന പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ രോഗി പറയുന്നത് ഒരൊറ്റ കാരണമാണ്, മുട്ടുവേദന എന്ന ഒറ്റ കാരണമാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുട്ടുവേദന അതിന്റെ വേദന എടുക്കുന്ന സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള മുട്ടുവേദനയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ മുട്ടുവേദനയുടെയും വേദന അനുഭവിക്കുന്ന സ്ഥലം ഒരു സ്ഥലമല്ല. വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ആളുകളോട് നമ്മൾ അങ്ങോട്ട് ആഴത്തിൽ ചോദിച്ചാൽ അവര് വേദന കാണിച്ച് തരുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കും. കൃത്യമായി മനസ്സിലാക്കുക, ഒരാൾ നമ്മുടെ അടുത്ത് മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ആ മുട്ടുവേദന എവിടെയാണ് നിങ്ങൾക്ക് വേദന എന്ന് കൃത്യമായി ചോദിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡയഗ്നോസിസ് സ്പീഡാവുക, ട്രീറ്റ്മെന്റ് സ്പീഡാവുക. ഓരോരുത്തരോടും നമ്മൾ കൃത്യമായി ചോദിക്കുമ്പോൾ മുട്ടിന്റെ എവിടെയാണ് വേദന എന്ന് ചോദിക്കുമ്പോൾ അവരവരുടെ കൈകൊണ്ട് തൊട്ട് കാണിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം വെച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ വ്യക്തിയുടെ മുട്ടുവേദനയുടെ കാരണം എന്താണ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. മുട്ടുവേദന എന്ന ഒറ്റ വാക്കുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കരുത്. മുട്ടിന്റെ വേദന എടുക്കുന്ന സ്ഥലത്തെ നിർണയിക്കണം. ആദ്യം മുട്ടിന്റെ വേദന എടുക്കുന്ന സ്ഥലത്തെ നിർണയിക്കണം. ആ നിർണയിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നാണ്, അതായത് മുട്ടുവേദനയുടെ വേദന എടുക്കുന്ന സ്ഥലം നിർണയിക്കുമ്പോഴാണ് നമുക്കതിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ വെക്കുക. നമ്മുടെ സെൽഫ് ഹീലിംഗ് സ്പൈൻ മെത്തേഡിൽ നമ്മൾ കൃത്യമായിട്ട് വേദന എടുക്കുന്ന സ്ഥലങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ ഡയഗ്നോസിസ് സ്പീഡാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനമായ കാര്യമായിട്ട് പൊതുവായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുട്ടുവേദനയുടെ ആ വിഷയത്തിലേക്ക് പോകാം. നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒന്ന്, മുട്ടുവേദന എത്ര തരം; രണ്ടാമത്തെ ഒന്ന്, ആ മുട്ടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്; മൂന്നാമത്തത്, നമ്മുടെ സെൽഫ് ഹീലിംഗ് സ്പൈൻ മെത്തേഡിന്റെ പരിഹാരം എന്താണ്. അതിൽ ആദ്യത്തെ വിഷയം എടുത്താൽ, മുട്ടുവേദന എത്ര തരം. മുട്ടുവേദന എത്ര തരം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് മുട്ടുവേദന എന്ന് പറയുമ്പോൾ വേദന എടുക്കുന്ന സ്ഥലം ചോദിച്ചറിയുക എന്നതിൽ നിന്നാണ് നമ്മൾ ഈ മുട്ടുവേദന എത്ര തരം എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രയോഗമുള്ളൂ, മുട്ടുവേദന. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡയഗ്നോസ് പ്രോപ്പർ ആക്കാൻ വേണ്ടി നമ്മൾ മുട്ടിന് വേദന എടുക്കുന്ന സ്ഥലം ചോദിച്ചറിയുന്നു. ആ ചോദിച്ചറിയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുട്ടുവേദന എത്ര തരം ഉണ്ട് എന്ന് നമ്മൾ ഒരു തലക്കെട്ടിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരു മുട്ടിന് മാത്രം വേദന വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്ക് രണ്ട് കാലുണ്ട്, രണ്ട് മുട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് സിംഗിൾ നീ പെയിൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലിന്റെ മുട്ടിന് മാത്രം വേദന വരുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന്, ഒരു മുട്ടുവേദന എന്ന് പറയുന്നത് മുട്ടിനുള്ളിലുള്ള വേദനയാണ്. ഒരു പേഷ്യന്റിനോട് നമ്മൾ മുട്ടുവേദന എവിടെയാണെന്ന് ചോദിച്ചാൽ മുട്ടിന്റെ ഉള്ളിലാണ് വേദന എന്ന് പറയും. രണ്ടാമത്, നമ്മളുടെ മുട്ടിന്റെ മീഡിയൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇടത് കൈയുടെ ചൂണ്ടുവിരൽ വെച്ചിരിക്കുന്ന ആ ആരോ കാണിച്ചിരിക്കുന്ന സ്ഥലമാണ് മീഡിയൽ സൈഡ്. എന്ന് പറഞ്ഞാൽ ഒരു കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്തു നിന്ന് മേളിലേക്ക് വരുമ്പോഴുള്ള മുട്ടിന്റെ ആ സൈഡിനാണ് മീഡിയൽ സൈഡ് എന്ന് പറയാ. ഈ ആരോ കാണിച്ചിരിക്കുന്ന, ഈ ചൂണ്ടുവിരൽ വെച്ചിരിക്കുന്ന ആ സ്ഥലം, അതാണ് മീഡിയൽ സൈഡ്. അപ്പൊ ചില ആളുകളോട് മുട്ടുവേദന എവിടെയാണ് വേദന എന്ന് ചോദിച്ചാൽ അവർ തൊട്ട് കാണിച്ചു തരുന്നത് ഈ ഭാഗത്തായിരിക്കും. ബാക്കി സ്ഥലങ്ങളിലൊന്നും അവർക്ക് വേദന ഉണ്ടാകില്ല. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് മുട്ടിന്റെ മുകൾ ഭാഗത്ത് വേദനയും അതുപോലെ നീരുമൊക്കെ വരുന്നൊരവസ്ഥയാണ്. മുട്ടിന്റെ മുകൾ ഭാഗത്ത് വേദനയും നീരുമൊക്കെ വരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അവരോട് എവിടെയാണ് നിങ്ങൾക്ക് മുട്ടുവേദന എടുക്കുന്നത് ചോദിച്ചാൽ അവർ മുട്ടിന്റെ ഈ മുകൾ ഭാഗത്ത് കാണിച്ചു തരും. ഇവിടെ ഇങ്ങനെ നീരും വേദനയാണെന്ന് പറഞ്ഞ് തൊട്ട് കാണിച്ചു തരും. അപ്പൊ ഇങ്ങനെ ഒരു കാലിന്റെ മുട്ടുവേദന വരുന്നതിന് മൂന്ന് രീതിയിലാണ് നമ്മൾ അതിനെ തരംതിരിച്ചിരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. സിംഗിൾ നീ പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കാലിന്റെ മാത്രം മുട്ടിന് വേദന വരുന്നതിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന്, മുട്ടിന്റെ ഉള്ളിലുള്ള വേദനയാണ്. മുട്ടിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വേദന.
രണ്ടാമത്തത് മുട്ടിന്റെ മീഡിയൽ സൈഡിൽ ഉണ്ടാകുന്ന വേദനയാണ്. മൂന്നാമത്തത് മുട്ടിന്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന വേദനയും നീർക്കെട്ടുമാണ്. ഇങ്ങനെ സിംഗിൾ നീ പെയിൻ, അതായത് ഒരു കാലിന്റെ മാത്രം മുട്ടുവേദന ഉണ്ടാകുന്നത് ഈ 3 രീതിയിലായിട്ടാണ് പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും. ഒന്നെങ്കിൽ മുട്ടിന്റെ ഉള്ളിൽ വേദന, അല്ലെങ്കിൽ മുട്ടിന്റെ മീഡിയൽ സൈഡിൽ വേദന, അല്ലെങ്കിൽ മുട്ടിന്റെ മുകളിൽ വേദന. അപ്പോൾ ഇങ്ങനെ ഈ 3 വേദനകൾ, ഈ 3 തരം മുട്ടുവേദന വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ആ കാരണങ്ങളിലേക്ക് പോയാൽ 4 കാരണങ്ങളാണ്. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 3 രീതിയിലുള്ള മുട്ടുവേദനയ്ക്ക് 4 കാരണങ്ങളാണ് പൊതുവെ നമ്മൾ പറയാം. അതിൽ ഒന്നാമത്തെ കാരണം പെൽവിക് ടിൽറ്റിംഗ് ആണ്. രണ്ടാമതൊരു കാരണം നോക്ക് നീ ആണ്, അതായത് മുട്ടിന്റെ വളവ്. മൂന്നാമതൊരു കാരണം L3 സ്കോളിയോസിസ് ആണ്. നാലാമത്തത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്.